നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ചെറിയ ടൈൽസൊക്കെയാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ ബഡ്ജറ്റിനൊപ്പിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഫോർമാറ്റിലേക്ക് തന്നെ വലിയ ടൈൽസിലേക്ക് നമുക്ക് മാറാൻ പറ്റുമെന്നുള്ളതാണ്. ഡെലിവറി ഡേയ്സ് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റ് ഓൾറെഡി ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ആ സാധനം വാങ്ങിക്കാമെന്നുള്ളതാണ്. സാധാരണ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു രീതിയിൽ നിന്നും കസ്റ്റമറെ വേറിട്ട ഒരു പർച്ചേസിങ് ബിഹേവിയർ അവരിലേക്ക് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ടൈൽസ് ബാത്ത്വെയറിൽ പ്രൊഡക്റ്റിൽ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിൽ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിലൂടെ ശരിക്കും കസ്റ്റമർക്ക് ഏറ്റവും പ്രൈസ് കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് അവർക്ക് എങ്ങനെ അവരുടെ ഡോർ സ്റ്റെപ്പിൽ എത്തിക്കാം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയും, അല്ലെങ്കിൽ എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാൻ നമ്മൾക്ക് നല്ല താല്പര്യമുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഡോർ സ്റ്റെപ്പിൽ കിട്ടും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമ്മൾ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല പ്രോഡക്ട്സും ഡിജിറ്റലായി കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ പ്രോഡക്ട്സ് നമുക്ക് എല്ലാവർക്കും ടച്ച് ആൻഡ് ഫീലിലൂടെ അല്ലെങ്കിൽ നമുക്ക് കണ്ട് നോക്കി മേടിക്കേണ്ട ഒരു കുറച്ച് പ്രോഡക്ട്സ് ആണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ആ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ ഓൺലൈൻ രംഗത്തേക്ക് മൈ വെയർഹൗസ് എന്ന പേരിൽ കൊണ്ടുവന്ന ഒരു മലയാളിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നിയാസിക്ക, നമസ്കാരം. മൈ വെയർഹൗസിന്റെ ഫൗണ്ടറാണ്. മൈ വെയർഹൗസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ആദ്യത്തെ ഒരു കോൺസെപ്റ്റാണ്. അപ്പം എങ്ങനെയാണ് മൈ വെയർഹൗസ് എന്നുള്ള ആ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിനെ ഓൺലൈനിലോട്ട് കൊണ്ടുവരാം എന്ന് തോന്നിയത്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു? ഏകദേശം ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് അതിൽ ഫസ്റ്റ് ഗ്ലാസ് ഹൗസ്, ഹാർഡ്വെയർ, പെയിൻറ്റ് ഷോപ്പ്, ടൈൽ ഷോപ്പ് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ്. റീറ്റെയിലായിരുന്നു ആദ്യത്തെ എക്സ്പീരിയൻസ്. അതിനുശേഷം ഞാൻ ഹോൾസെയിൽ ബൾക്ക് സപ്ലൈ എന്നുള്ള മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും എല്ലാ മേഖലകളും കാലഘട്ടത്തിനനുസരിച്ച് ഡിജിറ്റൽ ആയിട്ട് മാറി. പക്ഷേ മാറാത്തതായിട്ട് പഴയ രീതിയിൽ തന്നെ പോണത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതിനെ എങ്ങനെ ഓൺലൈനിൽ കൊണ്ടുവരാം എന്നുള്ളതായി പിന്നീടുള്ള പഠനം. ആദ്യ സമയങ്ങളിൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാര്യം നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം നെഗറ്റീവാണ് ഫസ്റ്റ് വരുന്നത്. ഇതെങ്ങനെ സാധിക്കും, എങ്ങനെ നടക്കും എന്നുള്ളത്. അങ്ങനെ നിരന്തരമായിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡിയും അതിലൂടെയാണ് ഇതിലിങ്ങനൊരു സാധ്യത ഉണ്ടെന്നും അവരുടെ നല്ലൊരു എക്സ്പീരിയൻസിൽ അവരുടെ മുമ്പിൽ അത് പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ആപ്ലിക്കേഷൻ, ഒരു ഡിജിറ്റൽ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ കസ്റ്റമറുടെ മുമ്പിൽ നമ്മളത് എത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധ്യത, ഒരു നീഡ് മാർക്കറ്റിലുണ്ടെന്ന് മനസ്സിലാക്കുന്നതും അങ്ങനെ ഈ 30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എന്നെ ഈ ഒരു ആപ്പിലേക്ക് നയിച്ചതെന്നാണ് പറയുക. മൈ വെയർഹൗസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഏതൊക്കെയാണ്? കാരണം ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് നമുക്ക് ശരിക്കും അതിൽ നിന്ന് അവൈൽ ചെയ്യാൻ പറ്റുന്നത്? എൻ്റെ കോർ എക്സ്പീരിയൻസ് ടൈൽസിലാണ്. അപ്പോൾ ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ വിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതും ടൈൽസാണ്. അപ്പം ഞാൻ അതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധനമല്ല ആദ്യം സെലക്ട് ചെയ്തത്, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് തന്നെയാണ് ഫസ്റ്റ് നോക്കിയത്. അതുകൊണ്ടാണ് ഒരു ഡിജിറ്റൽ ആപ്പ് എന്നുള്ള രീതിയിൽ വന്നത്. കൂടുതലായിട്ടും ടൈൽസ്, ബാത്ത്വെയർ, അങ്ങനെയുള്ള കിച്ചൺ സിങ്ക്, ടൈൽസ് ഫിക്സിംഗ് സൊല്യൂഷൻ, അങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഫ്യൂച്ചറിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫർണിച്ചർ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഫ്യൂച്ചറിൽ ആഡായി വരും. അതാണ് മൈ വെയർഹൗസ് എന്നുള്ള. മൈ വെയർഹൗസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു വീട് അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് നിർമ്മിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു ആപ്പിൽ എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ഓക്കെ. ഒരു സാധാരണക്കാരൻ വീട് പണിയുന്ന സമയത്ത് മൈ വെയർഹൗസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവന് ആ ഒരു ഗുണമുള്ളത്, അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ശരിക്കും നമ്മൾ മൈ വെയർഹൗസ് ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക എന്നതിലുപരി, സാധാരണ ഒരു വീട് വയ്ക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ആ വീട് വയ്ക്കുന്ന സമയത്ത് അവർക്ക് ആ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും വീട് വെക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിൽ കൂടുതൽ ഐഡിയാസ്, അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇമേജുകൾ, വീടിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇമേജുകൾ, എൻ്റെ വീട് എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ലിവിങ് റൂം എങ്ങനെ ഇരിക്കണം, ബെഡ്റൂം എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ബാത്റൂം എങ്ങനെ ഇരിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ അവർക്കുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളും ആഡ് ചെയ്തിരിക്കുന്നത് അത് ലേ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഫോട്ടോസ് അടക്കമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീട് വെക്കുന്ന ഓരോരുത്തർക്കും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ വീടിൻ്റെ ഡിസൈൻ മുതൽ, അല്ലെങ്കിൽ ഇതിലുള്ള ഫോട്ടോസ് മുതൽ, അല്ലെങ്കിൽ അതിലുള്ള ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ്, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, അവരുടെ ബഡ്ജറ്റ്, അങ്ങനെ ഒരു സാധാരണക്കാരന് ഒരു റെഫറൽ ടൂളായിട്ട്, അതായത് അവർ വീട് വെക്കുന്ന സമയത്ത് അവരുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ ആപ്പിലൂടെ അറിയാൻ പറ്റും എന്നുള്ള രീതിയിലാണ്
ഇതിൻ്റെ Design ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ശരിക്കും സാധാരണക്കാരൻ്റെ ഒരു പെയിൻ പോയിന്റ് ഉണ്ട്. അതെ. കാര്യം അവർക്ക് ഒരു ലൈഫിൽ ഒരു പ്രാവശ്യമായിരിക്കും വീട് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് വലിയ നോളജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ കടകളിൽ പോയി അന്വേഷിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അറിയുന്നവരുടെ അടുത്ത് നമ്മൾ ചോദിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നോളജ് ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും ഒന്ന് ഉദ്ദേശിച്ചത് അറിയാത്തവരെയാണ് പറഞ്ഞത്. അവർക്ക് കൂടുതൽ ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അവർ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെ പറ്റിയിട്ട് അതിൻ്റെ വില മുതൽ അതിൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഫുള്ള് ഈസി ആയിട്ട് അവരെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ പ്രൈസ് മുതൽ പ്രൊഡക്റ്റിൻ്റെ സ്പെക്ക് എല്ലാ ഡീറ്റെയിൽസും അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ പർപ്പസ്. കൂടുതലും ഈ എൻഡ് യൂസറിൽ പ്രത്യേകിച്ച് ടൈൽസ് അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസോ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ എൻഡ് യൂസറിലേക്ക് സാധനം എത്തിച്ചേരുന്ന സമയത്ത് ഒരുപാട് എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും വലിയ വലിയ ഷോറൂമുകളും നിൽക്കുന്ന ലൊക്കേഷൻ, വെയർഹൗസ്, വലിയ രീതിയിലുള്ള ഇൻറ്റീരിയർ, അങ്ങനെ ഒരുപാട് സ്റ്റാഫ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇതെല്ലാം എൻഡ് യൂസറിലേക്ക് എത്തിക്കുക. എൻ്റെ ചിന്ത മൊത്തം ഇതിനെ എങ്ങനെ ബൈപ്പാസ് ചെയ്ത് എങ്ങനെ കസ്റ്റമറിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മൈ വെയർഹൗസ് എന്ന പ്ലാറ്റ്ഫോമിൽ കസ്റ്റമർ പ്ലാറ്റ്ഫോം മാനുഫാക്ചർ എന്നുള്ള രീതിയിൽ ഫ്യൂച്ചറിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിലൂടെ ശരിക്കും കസ്റ്റമർക്ക് ഏറ്റവും പ്രൈസ് കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് അവർക്ക് എങ്ങനെ അവരുടെ ഡോർ സ്റ്റെപ്പിൽ എത്തിക്കാം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇപ്പം മൈ വെയർ ഹൗസിന്റെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ആഡിൽ നമ്മൾ പറയുന്നുണ്ട് ഇനി ടൈൽസ് വാങ്ങാം ഓൺലൈനായി എന്നുള്ളത്. അപ്പം ആളുകൾ ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ടച്ച് ആൻഡ് ഫീലില് മേടിക്കുന്നതാണ് ടൈല്, അല്ലെങ്കിൽ ടൈൽ അവർക്കൊരു ടച്ച് ആൻഡ് ഫീൽ മേടിക്കണം എന്ന് പറയും. അപ്പം ഓൺലൈനായിട്ട് അവർ സെലക്ട് ചെയ്താലും അവർക്ക് ആ ഒരു ടച്ച് ആൻഡ് ഫീൽ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിനൊരു മെത്തേഡോ കാര്യങ്ങളോ ഉണ്ട്? നല്ല ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ലൈഫിൽ ഇട്ട് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റാത്തതാണ് ടൈൽസ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടുതൽ നോക്കിയിട്ടാണ് ടൈൽസ് വാങ്ങിക്കുക. അവർ ടൈൽസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആപ്പിൽ കയറിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ പ്രൈസോ ഡിസൈൻസോ അല്ലെങ്കിൽ ഇമേജുകളോ ആദ്യം അറിയാമെന്നുള്ളതാണ്. അതിനുശേഷം അവർ വിഷ് ലിസ്റ്റിൽ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്തതിന് ശേഷം അവർ വാങ്ങാൻ പോണ സാധനം കാണുക എന്നുള്ളത് അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു ടച്ച് ആൻഡ് ഫീൽ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാ നിലവിൽ ഇപ്പോൾ കൊച്ചി മാത്രമാണുള്ളത്. ഫ്യൂച്ചറിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും സാറ്റലൈറ്റ് ഹബ്ബ്, അതായത് എക്സ്പീരിയൻസ് സെൻറ്റർ, അതൊരിക്കലും ഒരു ഷോറൂമല്ല. ഷോറൂം എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് സ്പേസിലായിരിക്കും വരിക. ഇത് ഈ ആപ്പിലുള്ള എല്ലാ പ്രൊഡക്റ്റും ഒരു സ്ഥലത്ത് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ വന്നിട്ട് കസ്റ്റമർ വന്നിട്ട് ഇന്ന പ്രൊഡക്റ്റ് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് കാണാനുള്ള എക്സ്പീരിയൻസ് സെൻറ്ററുകൾ ഇപ്പം നിലവിൽ കൊച്ചി മാത്രമേ ഉള്ളൂ. ഫ്യൂച്ചറിൽ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും വരും. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള എക്സ്പീരിയൻസ് സെൻറ്റർ, സാറ്റലൈറ്റ് ഹബ്ബ് എന്ന് പറയാം. അതെ, അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡെലിവറി സൈഡ്, കാരണം ടൈൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ഡിസൈൻസ് നല്ലതായിരിക്കണം, ഒന്ന് റേറ്റ് നല്ലതായിരിക്കണം. ഇത് രണ്ടും നമ്മൾ മൈ വെയർ ഹൗസിൽ നമ്മളിത് സോൾവ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഒരു ഡെലിവറി സൈഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കാരണം നമുക്ക് എത്ര കവറേജിലാണ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡെലിവറി സിസ്റ്റം വരുന്നത്? നിലവിൽ ഓൾ കേരള ഡെലിവറി ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. ഡെലിവറി ഫ്രീയുമാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ ഡിസൈൻസ്, അതിലൊക്കെ ഉപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം നമ്മൾ അവരുടെ ഡോർ സ്റ്റെപ്പിൽ എത്തിക്കുക എന്നുള്ളതാണ്. ശരിക്കും എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ക്വാളിറ്റി അതായത് ഇതിൽ സെല്ല് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകളും പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ്. സ്റ്റാൻഡേർഡോ കാര്യം ടൈൽസ് പ്രൊഡക്ഷൻ സമയത്ത് 3 ക്വാളിറ്റി പ്രോഡക്ട്സ് അവർ പ്രൊഡക്ഷൻ സമയത്ത് കിട്ടാറുണ്ട്. സ്റ്റാൻഡേർഡ്, കൊമേഴ്സ്യൽ, ഫസ്റ്റ് ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റി. ഇതിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. പിന്നെ അതായത് സാധാരണക്കാരിലേക്ക് ഈ ഷോറൂം ഓഫ്ലൈൻ മോഡൽ അല്ലാത്തത് കൊണ്ട് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട്, അതായത് ഈ ആപ്പിലൂടെ വേറെയുള്ള എക്സ്പെൻസുകളൊന്നും വരാത്തതുകൊണ്ട് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവരിലേക്ക് സാധനം എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഈ ആപ്ലിക്കേഷൻ നോക്കിയ സമയത്ത് ഞാൻ ഒരു ടൈലിന് 3 റേറ്റ് ഒക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു സിസ്റ്റം വരുന്നത്, 3 റേറ്റ് എന്നൊരു സിസ്റ്റം വരുന്നത്? അത് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ വീട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1 ഇയർ കൊണ്ട് നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുന്ന ഒരു ഇതാണ്. ഏകദേശം നമുക്ക് നേരത്തെ അറിയാം നമുക്ക് ഇന്ന സമയത്ത് ഇന്ന സാധനം ആവശ്യമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും നേരത്തെ അറിയാം. കൂടുതലും നമ്മളെല്ലാവരും നോക്കുന്നത് പ്രൊഡക്ട്സ് ഏറ്റവും പ്രൈസ് കുറഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ കിട്ടുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ടൈൽസ് ആവശ്യമുള്ളവർ
ഒരു ഇമ്മീഡിയറ്റ് കിട്ടാതെ എക്സ്പ്രസ് ഡെലിവറി എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡെലിവറി കിട്ടാനുള്ള ഓപ്ഷനുണ്ട്. ആ സെയിം പ്രോഡക്റ്റ് തന്നെ നിങ്ങൾ 25 ഡേയ്സ് മുമ്പേ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി പ്രൈസ് പിന്നെയും കുറയും. യെസ്, അത് 75 ഡേയ്സ് മുമ്പാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും പ്രൈസ് നിങ്ങൾക്ക് കുറയും. അതായത് ഒരു പ്രൊഡക്റ്റ് തന്നെ 3 പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റ് സെയിം തന്നെ, ഡെലിവറി ഡേയ്സ് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റ് ഓൾറെഡി ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ആ സാധനം വാങ്ങിക്കാമെന്നുള്ളതാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ചെറിയ ടൈൽസൊക്കെയാണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ ബഡ്ജറ്റിനൊപ്പിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഫോർമാറ്റിലേക്ക് തന്നെ വലിയ ടൈൽസിലേക്ക് നമുക്ക് മാറാൻ പറ്റുമെന്നുള്ളതാണ്. 37 റുപ്പീസ് 4/2 ടൈൽസാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമർ സെലക്ട് ചെയ്യുന്നത്. കൂടുതൽ മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുന്നതും 4/2 4/2, അതായത് 120/160 എന്ന് പറഞ്ഞ 120/60 എന്ന് പറഞ്ഞ ടൈൽസാണ് കൂടുതൽ വിറ്റഴിച്ച് പോകുന്നത്. ഇതിൽ തന്നെ 37 റുപ്പീസ് നിങ്ങൾക്കിപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ 37 റുപ്പീസ് ആണെങ്കിൽ നേരെ 25 ഡേയ്സ് നിങ്ങൾ മുമ്പേ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 37 എന്നുള്ളത് 34 റുപ്പീസിൽ എന്നുള്ള രീതിയിലേക്ക് റേറ്റ് മാറി. പിന്നെ ഡിസ്കൗണ്ട് കൂടുകയാണ്, പ്രൈസ് മാറുകയാണ്. അത് ഒരു 75 ഡേയ്സ് മുമ്പേ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30 റുപ്പീസ് താഴെ 29.90 29.90 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വാങ്ങാനുള്ള ഓപ്ഷനുണ്ട്. അതും പ്രീമിയം ക്വാളിറ്റി ടൈൽസാണ്, ISA സർട്ടിഫൈഡ് ആണ്. മാർക്കറ്റിൽ കൂടുതലും എനിക്ക് തോന്നുന്നു മോർബിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ 2000 കമ്പനീസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ISO ISI ഉണ്ട്. ISI സർട്ടിഫൈഡ് കമ്പനികൾ കുറവാണ്. ഞങ്ങൾ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന സാധനം ഈ ഇത്രയും പ്രൈസ് കുറച്ചിട്ട് കൊടുത്താൽ പോലും അതും ISA സർട്ടിഫൈഡ് പ്രോഡക്റ്റാണ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഓൺലൈൻ സംരംഭമാണ്, പക്ഷെ നമ്മളൊരു പാൻ ഇന്ത്യ ലെവലിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. എങ്ങനെയാണ് ഈ ഓപ്പർച്യൂണിറ്റീനെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്? കാരണം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പം അതിന് സ്വാഭാവികമായിട്ടും ഫ്രാഞ്ചൈസി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് സെൻറ്റർ എന്ന രീതിയിലൊക്കെ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റീനെ ആളുകളിലേക്ക് എത്തിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞാണ് എനിക്ക് 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാണ്. ഞാൻ റീറ്റെയിലിൽ സെയിൽസിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. സ്വന്തം സ്ഥാപനം തന്നെയാണ്. കസ്റ്റമറെ ഡയറക്റ്റ് ഹാൻഡിൽ ചെയ്തിട്ട് സെയിൽ ക്ലോസ് ചെയ്യുന്നതാണ് എൻ്റെ തുടക്കം. കരിയറിൻ്റെ തുടക്കം അങ്ങനെയാണ്. ഒരു സെയിൽസ്മാൻ എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ഫീൽഡിലും ഈ ഇൻഡസ്ട്രിയിലും ഞാൻ ആദ്യം മുന്നോട്ട് വരുന്നത്. ഈ വീട് വയ്ക്കുന്ന ഓരോ സമയത്തും നമുക്കൊരു സാധനം വാങ്ങാനായിട്ട് നമ്മളൊരു കടയിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള നല്ല സെയിൽസ് അറിയുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നോളജ് ഉള്ളവർ ഒരാളുടെ ഹെൽപ്പ് കിട്ടുക എന്നുള്ളത് ഏതൊരു വീട് വയ്ക്കുന്ന ഒരാളും ആഗ്രഹിക്കുന്നതാണ്. തീർച്ചയായിട്ടും സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ സപ്പോർട്ട് വീട് വെക്കുന്ന ഓരോരുത്തർക്കും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ വർക്കിനെയും അവരുടെ വീട് കൂടുതൽ ഭംഗിയാക്കാനും സാധിക്കും. ടൈൽസ് ബാത്ത്വെയർ പ്രൊഡക്റ്റിൽ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിൽ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ ഈ ഡിജിറ്റൽ ഷോറൂം എന്ന് പറഞ്ഞ പോലെ തന്നെ അവരുടെ കയ്യിലേക്ക് ഒരു ഡിജിറ്റൽ ഷോറൂം വെച്ചിട്ട് ഈ ആപ്പിലുള്ള എല്ലാ പ്രോഡക്ട്സുകളും അവർക്ക് കസ്റ്റമറുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് സെല്ല് ചെയ്ത് കമ്മീഷൻ എന്നുള്ളതല്ല, അവർക്ക് സാലറിയിലുപരി ഒരു ബിസിനസ് മോഡൽ എന്നുള്ള രീതിയിൽ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് കൂടുതൽ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. നമ്മൾ ഓൺലൈനിൽ ഇപ്പം ഡ്രസ്സ് എടുക്കുമ്പം അല്ലെങ്കിൽ ഓൺലൈനിൽ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് എടുക്കുന്ന സമയത്ത് നമുക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ ചെയ്യും. അത്തരത്തിലുള്ള ഒരു പോളിസി ഉണ്ടോ? അല്ലെങ്കിൽ എത്രത്തോളം ട്രസ്റ്റഡ് ആണ് നമ്മൾ ഈ ഒരു പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്ട്സിന്? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ആരെങ്കിലും ഒരു കസ്റ്റമർ സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയലിൻ്റെ കംപ്ലയിൻസും ഉണ്ടോ വേറെ എന്തെങ്കിലും കംപ്ലയിൻസും ഉണ്ടോ അവർക്കത് റിജക്റ്റ് ചെയ്യുകയാണ്, അവർ റിട്ടേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് നമ്മൾ റിട്ടേൺ എടുക്കും. ഞങ്ങളുടെ റിട്ടേൺ പോളിസി തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ 14 ഡിസ്ട്രിക്റ്റിൽ നിന്നും ഉള്ള കസ്റ്റമർ വന്ന് സാധനം വാങ്ങാറുണ്ട്. നമ്മൾ എവിടെ നിന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാലും ആ പ്രൊഡക്റ്റ് നമ്മൾ ആ ഷോപ്പിൽ കൊണ്ട് കൊടുക്കണം, എന്നാലാണ് റിട്ടേൺ ചെയ്യുക. അങ്ങനെയല്ലേ? നിങ്ങൾ ജസ്റ്റ് വർക്ക് കഴിയുന്ന സമയത്ത് ഇൻഫോം ചെയ്താൽ മതി, ഇന്ന പ്രൊഡക്റ്റുകൾ ബോക്സായിട്ട് മാത്രമേ നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ, ഇത്ര ബോക്സ് റിട്ടേൺ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടി ആ റൂട്ടിൽ ഡെലിവറി പോകുന്ന സമയത്ത് സൈറ്റിൽ വന്നിട്ട് കൊടുത്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആ സൈറ്റിൽ നിന്ന് ആ സാധനം റിട്ടേൺ എടുത്തിട്ട് പോകും. അതാണ് അതിൻ്റെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അതെ, കറക്റ്റ്. നമ്മൾ പറയുന്ന കണ്ടീഷൻസ് പറയുന്നത് തന്നതുപോലെ തന്നെ തിരിച്ചു തരിക എന്നുള്ളതാണ് കാര്യം. ഈ പ്രോഡക്റ്റ് നാളെ ഒരാൾക്ക് സെല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ തന്നതുപോലെ തന്നെ ക്ലീനായിട്ട് തിരിച്ചു തരിക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ റിട്ടേൺ എടുക്കാറുണ്ട്.
ഒരു രീതിയിലും കസ്റ്റമറെ നമ്മുടെ അടുത്ത് നിന്ന് സാധനം എടുത്തു എന്ന് പറഞ്ഞിട്ട് അവരെ കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കുന്നത്, ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നത്. അതെ, കാരണം അതൊരു സ്വപ്നത്തിന്റെ ഭാഗം കൂടിയാണ് അവരുടെ വീട് എന്ന് പറയുന്നത്. റിട്ടേൺ പോളിസിയിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, പക്ഷേ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിനൊരു ടൈം പീരീഡും കണ്ടീഷൻസും ഉണ്ട്. അതിനുള്ളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ പറയുന്നുണ്ട്, ആ സമയത്ത് അവിടുന്ന് ആ സാധനം റിട്ടേൺ എടുക്കുകയും റിട്ടേൺ എടുത്തു കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ അവരുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് റിട്ടേൺ ചെയ്യുകയും ചെയ്യും. അതാണ് ശരിക്കും ഒരു മൈ വേ ഹൗസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സംരംഭം, അല്ലെങ്കിൽ ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു വളരെ ബെസ്റ്റ് വേർഷൻ എന്ന് തന്നെ പറയണം. കാരണം ബിൽഡിംഗ് മെറ്റീരിയൽസിനെ നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ല അതിന് ഓൺലൈനായിട്ട് സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ചു, അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് മൈ വേ ഹൗസ് എന്ന ആപ്പിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. മൈ വേ ഹൗസിൻ്റെ ഏറ്റവും ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണ് ഇക്കയ്ക്ക്? സാധാരണ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു രീതിയിൽ നിന്നും കസ്റ്റമറെ വേറിട്ട ഒരു പർച്ചേസിങ് ബിഹേവിയർ അവരിലേക്ക് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ല 3 പ്രൈസിന് വാങ്ങിക്കുക എന്ന് പറയുന്നത്. കാര്യം ഓരോ പ്രൊഡക്റ്റ് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമർ, ഓരോ പ്രൊഡക്റ്റ് ആവശ്യമുള്ള എൻഡ് യൂസറും അവർ 25 ഡേയ്സോ അല്ലെങ്കിൽ 75 ഡേയ്സോ അവർ മുൻകൂട്ടി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ വരുന്ന അഡീഷണൽ വരുന്ന ഒരുപാട് എക്സ്പെൻസുകൾ കട്ട് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് അവരിലേക്ക് എത്തിക്കുക. അത് അങ്ങനെ ഓരോ കസ്റ്റമറും സന്തോഷിക്കുക എന്നുള്ളതാണ്. പേഴ്സണലി ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം. അതാണ് നമ്മുടെ മൈ വെയർ ഹൗസ് എന്നുള്ളത് തന്നെ അല്ലേ. നിങ്ങൾ വീട് പണിയുന്ന ഒരാളോ അല്ലെങ്കിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൈ വെയർ ഹൗസ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. കാരണം അത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഇന്നോവേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടേതായ സമയത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള പ്രോഡക്ട്സിനെ സെലക്ട് ചെയ്യാമെന്നുള്ളതാണ്. മാത്രമല്ല അതൊരു റെസ്പോൺസിബിൾ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതും മൈ വെയർ ഹൗസിൻ്റെ എടുത്ത് പറയേണ്ട ഒരു അഡ്വാൻറ്റേജും കൂടിയാണ്. ഇതിൽ നിങ്ങൾ നേരത്തെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എടുക്കാം എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇനി അതുമല്ല, നിങ്ങൾ സെയിൽസ്മാൻ ആണ്, നിങ്ങൾക്ക് ഒരു ബിസിനസ്സുകാരനാവണം അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആവണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മൈ വെയർ ഹൗസ് അതിനൊരു ഓപ്പർച്യൂണിറ്റി കൂടെ വെക്കുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും മൈ വെയർ ഹൗസ് ഇനിയും ഒരുപാട് ഉയർച്ചയിലെത്തട്ടെ. മൈ വെയർ ഹൗസിൽ ഇനിയും ഒരുപാട് പ്രോഡക്റ്റുകൾ വന്നത് വളരെ സക്സസ്ഫുൾ ആവട്ടെ. കൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് സെയിൽസ് പേഴ്സൺസിനെ അല്ലെങ്കിൽ സെയിൽസ് പീപ്പിളിനെ ഒരു വലിയ ഓൺട്രപ്രണർഷിപ്പിലോട്ട് മാറ്റാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു ഇക്ക, താങ്ക് യു സോ മച്ച്.